ഓണക്കാലത്തിന് തിരശ്ശീല വീണെങ്കിലും ഓണക്കാലത്തെ മാധ്യമചിത്രം മനസ്സിൽ ഇന്നും സജീവമാണ്. അതിനൊരു കാരണമുണ്ട്. ഓണം പൂത്തിറങ്ങിയത് മാധ്യമങ്ങളിലൂടെയാണല്ലോ. ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന ബിംബങ്ങളിലൊന്ന് പൂക്കളമാണ്. നമ്മുടെ പത്രങ്ങളിലെ മാസ്റ്റേഡ് നിറയെ പൂക്കളമായിരുന്നു. സാധാരണമായി പത്രത്തിന് ഒന്നാം പേജിൽ മാത്രമാണ് മാസ്റ്റ് ഹെഡ് ഉണ്ടാവുക, അതായത് പത്രത്തിന്റെ പേരും മറ്റും എഴുതുന്ന ആ ഭാഗം. എന്നാൽ ഇന്ന് ഒന്നാം പേജ് തന്നെ എത്ര എണ്ണം വേണമെങ്കിലും ആകാമെന്നുള്ള സ്ഥിതിയായിട്ടുണ്ട്. 3-4 പേജുകളിൽ മാസ്റ്റേഡ് വയ്ക്കുന്നത് ഒരു ശീലമാണ് പത്രങ്ങൾക്ക്. അതുകൊണ്ട് ചില ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ഡിസൈനിങ്ങിൽ വന്ന കാര്യമായ മാറ്റത്തിനനുസരിച്ച് മാസ്റ്റേഡിൽ വാർത്തയിലെ എന്തെങ്കിലും കാര്യം കൂടെ ചേർക്കുന്ന ഒരു രീതിയും വന്നിട്ടുണ്ട്. ഉദാഹരണമായി തിരുവോണ ദിവസം മാസ്റ്റേഡിൽ തന്നെ പത്രങ്ങൾ എഴുതുകയാണ് ഇന്ന് തിരുവോണം എന്ന്. ഇത്തവണ തിരുവോണം വന്നപ്പോൾ അത് നബിദിനവുമായിരുന്നു. ചില പത്രങ്ങൾ തിരുവോണമെന്ന് മാത്രം എഴുതി, ചിലർ തിരുവോണത്തിനും നബിദിനത്തിനും സ്ഥാനം നൽകി. മലയാള മനോരമയിൽ നോക്കുമ്പോൾ മറ്റൊരു പേജിലുള്ള മാസ്റ്റേഡിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് അധ്യാപക ദിനമെന്ന്. കാരണം ആ ദിവസം സെപ്റ്റംബർ 5 ആയിരുന്നു. അങ്ങനെ മാസ്റ്റേഡിൽ പൂക്കളം മാത്രമല്ല, വാർത്തയുടെ എന്തെങ്കിലും ഒരു അംശവും കൂടെ ചേർക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പത്രങ്ങൾ എത്തിക്കഴിഞ്ഞു. ചില പത്രങ്ങൾ തിരുവോണം എന്ന് പറയാതെ തന്നെ ഓണത്തിൻ്റെ ചിത്രങ്ങൾ നൽകിക്കൊണ്ട് ആ ഒരു അർത്ഥം ഉണ്ടാക്കിയെടുത്തു. ഓണം എന്ന വാക്കിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നത് ഒരു വിനോദം പോലെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഒന്നൊന്നര ഓണം, രുചി ഓണം, കളർ ഓണം, അങ്ങനെ പലതും കണ്ടിരുന്നു. KCL സെമിഫൈനൽ നടക്കുന്ന ദിവസം മിന്നിച്ചോണം എന്ന് പറയുന്നുണ്ട്. അതായത് മിന്നിച്ചു കൊള്ളണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ മിന്നിച്ചുകൊണ്ട് ഓണം എന്ന് വേണമെങ്കിലും നമുക്ക് ഊഹിക്കാം. എല്ലാവരും ചേർന്നിരുന്ന് ഓണം ആഘോഷിക്കുന്നതിനാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് ഒന്നിച്ചോണം എന്ന് എഴുതി കണ്ടു. KCL മത്സരം നടക്കുന്ന ദിവസം KCL കണ്ടോണം എന്ന് ഒരു പത്രം എഴുതി കണ്ടു. ഈ ഓണം തകർത്തോണം എന്നും എഴുതി കണ്ടു. ഒരു സെമിഫൈനൽ കളി നടക്കുന്ന ദിവസം സെമി ഓണം എന്നായിരുന്നു പത്രങ്ങളിലെ പ്രയോഗം. നഗരം നിറഞ്ഞോണം, കൈകോർത്തോണം, അങ്ങനെ പല പല പ്രയോഗങ്ങളും നമ്മുടെ പത്രങ്ങളിൽ നിറഞ്ഞു തന്നെ നിന്നു. ഓണക്കാലത്തെ സ്വർണ്ണ വിപണിയെക്കുറിച്ചാണെന്ന് തോന്നുന്നു പൊന്നോണം എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. കാരണം ഈ ഓണം പൊന്നിൻ്റേതാണ് എന്നുള്ള മട്ടിൽ. അതിനിടെ ഒരു പ്രാദേശിക എഡിഷനിൽ മറ്റൊന്ന് കണ്ടു. അവിടെ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല, അതുകൊണ്ട് എന്തോ ഓണം ഫെസ്റ്റ് അവർ ബഹിഷ്കരിക്കുകയാണെന്നോ നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത. അവിടെ പറഞ്ഞത് പറ്റീരോണമെന്നാണ്. പതിവായി ജനങ്ങൾ, വിശേഷിച്ചും യുവജനങ്ങൾ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിലേക്ക് അതേപടി കയറി വരാറുണ്ട്. അതിന് മറ്റൊരു മലയാളം കണ്ടെത്താൻ ആരും നോക്കാറില്ല. കാരണം അത്രയേറെ പ്രചാരം അത് നേടിയിരിക്കും. മൂഡ് എന്ന വാക്ക് ഇത്തവണ ഓണക്കാലത്ത് നിറഞ്ഞു തന്നെ നിന്നു. ഓണം മൂഡ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് തന്നെ കേട്ടിട്ടുണ്ട്. പത്രങ്ങളിൽ മിക്ക ദിവസവും ഓണം മൂഡ് എന്ന ഒരു പ്രയോഗം കാണാനും ഉണ്ടായിരുന്നു. ഇത്തവണ ഓണം മൂഡ് പോലെ വന്നത് ഓണം വൈബാണ്. തന്ത വൈബ് എന്നൊരു പ്രയോഗം നേരത്തെ തന്നെ വന്ന സ്ഥിതിക്ക് വൈബ് എന്നത് ഇംഗ്ലീഷായി തന്നെ മലയാളത്തിലേക്ക് പ്രചാരം നേടിക്കഴിഞ്ഞു. ഓണം വൈബ് എന്ന് കാണാത്ത പത്രമേ ഇല്ലായിരുന്നു ഇത്തവണ. ഇങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു കയറുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വശം കൂടി പറയണമല്ലോ. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചില മലയാളം വാക്കുകൾ കയറുന്നുണ്ട്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ നോക്കുമ്പോഴുണ്ട് ഒരു ശീർഷകം കിടക്കുന്നു, ഹാപ്പി അല്ലേ എന്ന്. ഇംഗ്ലീഷിലാണ് എഴുതിയെങ്കിലും സംഗതി മലയാളമാണല്ലോ. ഹാപ്പി ആകാൻ ഇതിനപ്പുറം വേറെന്ത് വേണം? മലയാളത്തിലെ രസകരമായ പ്രയോഗങ്ങളിലൊന്നാണ് കടുവായെ കിടുവ പിടിച്ചു എന്നത്. ഇതിലേറെ രസകരമായ കാര്യം ഇതിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് പ്രയോഗം ഇല്ല എന്നതാണ്. ഏതായാലും കിടുവ എന്നൊരു പ്രയോഗം പല രീതിയിൽ ഇന്ന് മലയാളത്തിൽ കയറി വരുന്നുണ്ട്. കിടിലം എന്നതിനെ കുറെ കാലം മുമ്പ് നമ്മൾ കിടിലനെന്നും കിടിലോ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് കിടു എന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ കിടു ആയ ഒരു സംഗതിയാണ് കിടുവ എന്ന് പറയുന്നത്. വേണമെങ്കിൽ കടുവയുമായി ചേർത്തുള്ള കിടുവയായിട്ടും പ്രയോഗിക്കാം. KCLൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം നേടിയപ്പോൾ കൊച്ചി കിടുവ എന്നൊരു പ്രയോഗം പത്രങ്ങളിൽ കണ്ടു. കൊച്ചി കിടുവാണ് എന്ന രീതിയിലാണല്ലോ പറയുന്നത്. എന്നാലും അവിടെ കിടുവായുടെ കാര്യം പറയുന്നുണ്ട്. കാരണം ടീമിലുണ്ടല്ലോ ഒരു കടുവ. കുറച്ചു കാലം മുമ്പ് 2020 മത്സരങ്ങൾക്കിടയിൽ ഇംഗ്ലണ്ടിനെ പറ്റി ഇതുപോലൊരു ശീർഷകം കണ്ടിരുന്നു. ഇംഗ്ലണ്ട് കിടുവ എന്നായിരുന്നു. അവിടെ ബംഗ്ലാ കടുവകളെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ശീർഷകം വന്നത്. ചുരുക്കി പറഞ്ഞാൽ കടുവ എവിടെയുണ്ടോ അവിടെ കിടുവയും വരുമെന്നുള്ള കാര്യം നമ്മുടെ പത്രങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വിശേഷാൽ പതിപ്പിൽ ഇംഗ്ലീഷിലുള്ള ഒരു വാക്യം കണ്ടത്. അത് ഒരു ഉദ്ധരണിയാണ്. ഒരു അഭിമുഖത്തിൽ ചേർത്തിരുന്ന ഒരു വാക്യമാണത്. അമേരിക്കൻ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ജോൺ ഹേഴ്സിയുടെ ഒരു വാക്യമാണത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജേർണലിസം അലോസ് ഇറ്റ്സ് റീഡേഴ്സ് ടു വിറ്റ്നസ് ഹിസ്റ്ററി. ഫിക്ഷൻ ഗിവ്സ് ഇറ്റ്സ് റീഡേഴ്സ്
an opportunity to live it. ഇവിടെ ഇറ്റ്സ് എന്ന വാക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ITS എന്ന് എഴുതുമ്പോൾ അതിൻ്റെ എന്നൊക്കെ അർത്ഥമാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ എന്നർത്ഥം വരണമെങ്കിൽ ITS എന്ന് നേരിട്ടങ്ങ് എഴുതണം. ഇറ്റ് കഴിഞ്ഞ് അപ്പോസ്ട്രഫി ടെസ് എഴുതിയാൽ ഇറ്റീസ് എന്നതിൻ്റെ ചുരുക്കമാണ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ വാക്യത്തിൽ 2 സ്ഥലത്തും ഇറ്റീസ് എന്ന് വരുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്ട്രഫി അവിടെ വേണ്ടായിരുന്നു. അപ്പോസ്ട്രഫിയുടെ കാര്യം പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു വാക്കാണ് അപ്പോസിൽ, അതായത് അപ്പോസ്തലൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അപ്പോസ്തലൻ എന്ന വാക്കിന് അർത്ഥം യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളെന്ന്, ഉപദേശകനെന്ന്, ഇങ്ങനെ വേദപ്രചാരകൻ എന്നൊക്കെയാണ് അതിനുള്ള അർത്ഥങ്ങൾ. ഇന്റർനെറ്റിലൂടെ ദൈവിക വചനങ്ങൾ പ്രചരിപ്പിച്ച ഒരു യുവാവിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവിടെ കണ്ടത് സൈബർ അപ്പസ്തോലൻ ഇന്ന് വിശുദ്ധനാകും എന്നായിരുന്നു. സാധാരണമായി അപ്പോസ്തലൻ എന്ന് എഴുതിയാണ് നമുക്ക് പരിചയമുള്ളത്. ഇടയ്ക്ക് കുറച്ചു കാലം കത്തോലിക്ക സഭയുടെ ചില സാഹിത്യങ്ങളിലൊക്കെ അപ്പസ്തോലൻ എന്ന് അപൂർവമായി എഴുതി കണ്ടിരുന്നു. അതാണെന്ന് തോന്നുന്നു പത്രത്തിലെടുത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. സാധാരണമായി മലയാളിക്ക് കണ്ട് ശീലം അപ്പോസ്തലനാണ്. വാർത്ത എഴുതുമ്പോൾ വാർത്തയ്ക്കൊപ്പം വ്യക്തതയും ഉണ്ടാകണമെന്ന് പലരും പറയാറുണ്ട്. കേരളത്തിന് കഴിഞ്ഞ ദിവസം ഒരു നേട്ടമുണ്ടായതായി എല്ലാവരും അറിഞ്ഞിരുന്നു. അതായത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ് എന്ന അഭിമാനകരമായ ഒരു കാര്യം. ഇതൊരു പത്രത്തിൽ കണ്ടത് ശിശുമരണം കേരളം അമേരിക്കയ്ക്കും മാതൃക എന്നാണ്. മറ്റൊരു പത്രത്തിൽ കണ്ടത് ശിശുമരണ നിരക്ക് 5, രാജ്യത്ത് ഏറ്റവും കുറഞ്ഞത്. രണ്ടാമത് പറഞ്ഞതാണ് കുറെ കൂടി വ്യക്തമായിട്ടുള്ളത്. ശിശുമരണം കേരളം മാതൃക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മരണത്തിലെ കുറവെന്ന് മനസ്സിലാക്കണ്ടേ? അതിലൂടെ സാധിക്കുന്നു എന്ന കാര്യത്തിൽ തീർച്ചയായും സംശയമുണ്ട്.